അത് രാവിലെ തന്നെ ഒരുത്തൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി നിങ്ങൾ കണ്ടു കാണും. ഇതേക്കും ലോഞ്ചിന് മുമ്പത്തെ വീഡിയോ കേട്ടോ. അതായത് നമ്മൾ സ്റ്റിക്കർ അടിക്കാനായിട്ട് പോവാം. അപ്പം എന്തായാലും നിങ്ങൾ കണ്ടു കാണുമല്ലോ. നമ്മൾ നേരെ ഇനിയിപ്പം സ്റ്റിക്കർ അടിക്കാൻ പോവാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളപ്പോൾ ഇന്ന് ഇത് ലോഞ്ചിന് മുമ്പ് എടുക്കുന്ന വീഡിയോ കേട്ടോ. അതായത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് സ്റ്റിക്കറൊക്കെ അടിക്കാൻ പോവുകയാണ്. കിറ്റയിലൊക്കെ കുറച്ച് സ്റ്റിക്കർ, പിന്നെ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അത് നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, ജോൺസണുണ്ട്. ജോൺസനെ അറിയാമായിരിക്കും, മോട്ടറാഷ്. അവനാണ് ഈ വണ്ടി ഫുള്ള് ഇങ്ങനെ സെറ്റാക്കിയത്, കളർ സ്കീമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പം സ്റ്റിക്കർ കാണിച്ചു തരും. ആ സ്റ്റിക്കർ കാണിച്ചു തരാം. അപ്പോൾ ആ സ്റ്റിക്കർ എടുത്ത് കാണിക്കുന്നത് ജോൺസൺ, കുടുംബിയൊക്കെ കെട്ടിയുള്ള ജോൺസൺ. അപ്പോൾ ഇതാണ് സംഭവം. കാണാൻ പറ്റുമോ? ഏറെക്കുറെ കാണാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കിറ്റ് ഫുള്ള് ആ ഒരു സ്റ്റിക്കർ, ഇപ്പം കാണിച്ച ആ സ്റ്റിക്കർ കുറച്ച് പേരൊക്കെ എഴുതി, പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കൂളിംഗ് ഫിലിം ഒട്ടിക്കണം, ചെറിയ ലൈറ്റ് ഷെയ്ഡ്. പിന്നെ ഈ ടാങ്കിൻ്റെ ഇവിടെ മങ്ങിപ്പോവാതിരിക്കാനായിട്ട്, എന്നാടാ സ്ക്രാച്ചൊന്നും ആകാതിരിക്കാനായിട്ട് ചെറിയൊരു ഒരു ഷെയ്ഡ് പോലത്തെ ഒരു സംഭവം ഒരു കൊടുക്കണം. പിന്നെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യണം. അതൊക്കെ അവിടെ ചെന്നിട്ടേ ഉള്ളൂ. പിന്നെ ഈ അലോയ്സയിൽ ചെറിയൊരു വരയിടണം. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഇതിലുള്ള പരിപാടി. പിന്നെ ഇൻസ്റ്റ ID അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇതിവിടെ ആദ്യം സാഹസികമായി ഇവിടെ ഇരുന്ന് ഓരോന്ന് എടുത്തോണ്ടിരിക്കുകയാണ്. കുടുംബി സാധനമെല്ലാം വെട്ടിയെടുത്തത് ഞാൻ ഒട്ടിക്കാൻ തുടങ്ങി. കേട്ടോ ആദ്യത്തെ ഇതേ ഒരു വേസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മണ്ടയിൽ കൂടെ ബ്ലാക്ക് ഒട്ടിക്കുക. പണിയറ അങ്ങോട്ട്. അപ്പോൾ ഈ ഒരു സൈഡ് സാധനം അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ അടിക്കണം. ഇവിടെ ആ ഒരു ക്ലിയറിൻ്റെ 3mm ക്ലിയർ അടിക്കും നമ്മൾ. നമുക്കത് പൊളിച്ച് ഇതിൻ്റെ വർക്കൊക്കെ ഏതാണ്ട് സാധനം നല്ല സെറ്റായിട്ടുണ്ട്. അറിയാൻ പോലും ഇല്ല. കണ്ടില്ലേ, നമ്മളിവിടം വരെ ഒട്ടിച്ചിട്ടുള്ളൂ, പക്ഷെ അറിയാനൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ സൈഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അടുത്തോടാ ഈ സൈഡ് ഇത്ര റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയും കൂടെ കുറച്ചുകൂടെ ഉണ്ട്. അപ്പം ഈ ഒരു സൈഡ് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇനി കാണാം. ഇത് മൊത്തം നമുക്ക് വണ്ടിയിൽ ഒട്ടിക്കാനുള്ളതാണ്. അത് അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ്റെ കലാവിത് മിസ്റ്റർ ഗ്രീൻ മെഷീനിസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു സൈഡ് ഫുള്ള് അപ്പം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അല്ലേ.
അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയുക. എല്ലാം വേണേൽ മോട്ടറാക്ഷനോട് പേഴ്സണലായിട്ട് വേണേലും പറഞ്ഞോ, ഒരു വിഷയമില്ല. അത് കഴിഞ്ഞ് നമ്മുടെ വൈസറെ സെറ്റായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സൈഡ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡും കൂടെ ഉള്ളൂ. അപ്പം അതും കൂടെ ചെയ്തിട്ട് ബാക്കി വണ്ടി ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ പണിയൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. സംഭവമൊക്കെ സെറ്റ് ചെയ്യുക. പക്ഷേ വെളിയിലെ കാലാവസ്ഥ നോക്കി എന്നാ മഴയാണോ, അയ്യോ നല്ല മഴയാണോ, അടിപൊളി മഴയൊക്കെയാണ്. കണ്ടില്ലേ ഈ മഴയത്ത് എങ്ങനെ പോകുമെന്ന് ആലോചിക്കുന്നത്. ഒന്നാമത്തെ കേസ് കഴിഞ്ഞ് ബാക്കി ഹഗ്ഗർ പോലും ഇല്ല. അയ്യോ പെട്ട അവസ്ഥയാട്ടോ. നോക്കാം മഴയൊക്കെ കഴിയുമ്പോൾ എന്താകുമെന്ന് കണ്ടറിയാം. നല്ല രസമുണ്ട്. അങ്ങനെ പണികളെല്ലാം ഏറെക്കുറെ തീരാറായി. കിട്ടിയ പണികളും ഏറെക്കുറെ തീരാറാവുന്നു. അപ്പോൾ എല്ലാ സംഭവങ്ങളെല്ലാം സെറ്റായി. ആണല്ലേ, പവർ. ഇനിയിപ്പം കുറച്ച് ടാങ്കിലും കൂടെ സെറ്റ് ചെയ്യണം. രാത്രിയായി. സമയം എത്രയാടാ? 7 മണിയായി. നമ്മൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ വന്നതാ. പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഇമാതിരി പോസ്റ്റ്. അപ്പോൾ ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നവർ രാവിലെ വരിക. സന്തോഷം. നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഗോപാല മറ്റേ മൂർത്തി. വിഷ്ണു ഗോപാലമൂർത്തി എന്നാണ്. പക്ഷേ ഇത് വിഷ്ണു ഗോപാലമൂർത്തി അല്ല കേട്ടോ. ശരിക്കും പേര് വിഷ്ണു വിജയൻ വാമ്പയർ കിഡ്. സുന്ദരൻ സുന്ദരനാണ്. സ്റ്റിൽ നമ്മുടെ വർക്ക് ഈസ് ഗോയിങ് ഓൺ. രാത്രിയായി, പാതിരാത്രിയായി എന്ന് വീട്ടിൽ ചെല്ലുവാകും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വരുന്നവര് രാവിലെ വരിക. അതെ, ഫുഡൊക്കെ കൊണ്ടുവരണം. ഇല്ലേ നമ്മളെ പോലെ ഇവിടെ പോസ്റ്റ് ആവും. ലാസ്റ്റ് ഫൈനൽ ടച്ച് ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ ഇനിയിപ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ രാത്രിയായി. ഇനിയിപ്പോൾ എന്നെ കൊണ്ടുവിട്ടിട്ട് പാവം മോട്ടറാഷ് തണുപ്പൊക്കെ അടിച്ച് പതുക്കെ ഇനി 8 മൈൽ കുമിളി വരെ പോകണം. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല AC ക്ലൈമറ്റ് ആയിരിക്കും. AC എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരു മൈനസ് വരത്തില്ല. മൈനസ് ഉണ്ട്, ഒരു 10-15 അത്രയും തണുപ്പൊക്കെ ആയിരിക്കും. അടിപൊളിയായിട്ട് നമുക്ക് ജോൺസണിൽ പോവാം. വിളിക്കും. പിന്നെ എല്ലാവരോടും അതെല്ലാവരും വരുമ്പോൾ ചോറ് കൊണ്ടുവരിക, രാവിലെ കാപ്പി കൊണ്ടുവരിക.